ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇന്ന് അബീൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താ പറയുക വെച്ചാൽ ആൾ കോളേജിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നിന്. നന്ദുമോള് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിന്, പരീക്ഷ ഉണ്ട്. പിന്നെ അനീഷേട്ടൻ ഇവിടെ ഉണ്ട്, അമ്മ പോയിന്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിറന്നാളാണെങ്കിലും ശരി ഞങ്ങൾ വല്ലാതെ അങ്ങോട്ട് ആഘോഷിക്കണമൊന്നുമില്ല കേട്ടോ. ആഘോഷിക്കണമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു കുഞ്ഞ് കേക്ക് മുറിക്കണം, കേക്ക് വാങ്ങണം. പിന്നെ ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ, കുറച്ച് എന്താ പറയുക മന്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് കുറച്ച് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സദ്യ എന്താ ഉണ്ടാക്കാത്തതെന്നോ എന്താ ഇറച്ചി കഴിക്കണമെന്നോ ഒന്നും ചോദിക്കരുത് കേട്ടോ. അതൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല, പിന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യമോ ഒന്നുമല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ഓട്ടപ്പാച്ചിലൊക്കെ നടന്നതാണ് കേട്ടൊന്ന്. അപ്പോൾ എന്തായാലും ഓനെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടല്ലേ, മക്കൾക്ക് അതൊക്കെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഓലെ പിറന്നാളിനൊരു കേക്ക് മുറിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക, അതൊക്കെയല്ലേ. ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഓനൊരു പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടേനി. അപ്പോൾ ഈ ആഴ്ചയിൽ മൊത്തത്തിൽ അനീഷേട്ടന് പണിയില്ലാതെ ആയി. അപ്പോൾ പണി ഉണ്ടെങ്കിൽ ഓന് പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചതാട്ടോ. അപ്പോൾ ഇനി അത് നടന്നിട്ടില്ല. പറ്റിയാലും നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കൊടുത്താലും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. മക്കൾക്ക് അറിയാമല്ലോ, നമ്മളെ സാഹചര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ആളിപ്പോൾ വന്നിട്ട് കളിക്കാനൊക്കെ പോയിന് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോഴേക്കൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വാങ്ങി കൊണ്ടുവരണം. എല്ലാ പിറന്നാളിനും ഒന്നുമില്ലെങ്കിലും കേക്കെങ്കിലും വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പാൻറ്റൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഷർട്ടൊക്കെ വാങ്ങി കൊടുക്കലുണ്ട്. അപ്പം ഇന്ന് അതും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരിതുണ്ട്, വാങ്ങാൻ പോകണം കേക്ക്. പിന്നെ സംഭവം ഓനെ വല്ലാണ്ട് അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓനൊരു കുഞ്ഞ് സർപ്രൈസും കൂടിയാണ്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ആഘോഷമാണ് കേട്ടോ, കുഞ്ഞ് ആഘോഷം. അത് നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനലൊക്കെ ഒന്ന്, അപ്പോൾ നമ്മളെ ഷോർട്സൊക്കെ പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് 2005 അബി ജനിച്ചതൊക്കെ. അപ്പോൾ ഇത് 2023 ലാസ്റ്റ് ഡിസംബർ അല്ലേ. അപ്പോൾ ഇത് ഇന്നേക്ക് അബിക്ക് എത്ര വയസ്സായെന്നുള്ളത് എല്ലാവരും ഒന്ന് കണക്കൂട്ടിയിട്ട് എന്താ പറയുക ഒന്ന് അറിയിക്കണം കേട്ടോ. ആരൊക്കെ പറയുന്നതാ ശരി എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാമല്ലോ. ഓനോട് പറയണില്ല കേട്ടോ അത് വാങ്ങാൻ പോണതൊന്നും. ഇപ്പം ഞങ്ങൾ പോണത് കണ്ടാൽ കളിക്കാൻ പോയ സ്ഥലത്തുനിന്ന് ഞങ്ങളെ കാണും ചെയ്യും. അതുകൊണ്ട് അവൻ ഏതായാലും കളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിക്കുകയാണ്. പോണ വഴിക്കിലാണ്, വണ്ടിയൊക്കെ പോണ സ്ഥലത്താണ് ഓലെ കളിസ്ഥലം. അപ്പോൾ അവിടെ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ക്രിസ്മസിൻ്റെ അന്നേക്ക് വേണ്ടിയിട്ട് വലിയ ക്രിസ്മസ് അപ്പൂപ്പനെ എന്താ പറയുക കമ്പിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു കുട്ടീൻ്റെ കഴിവാണ് കേട്ടോ. അത് നല്ലതായിട്ട് ഉണ്ടാക്കി വെച്ചിന ആളവിടെ. അപ്പം അതൊക്കെ നമുക്ക് ന്യൂ ഇയറിൻ്റെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നല്ലല്ലോ നമ്മളെ വിഷയം അല്ലേ. എന്നാലും പറഞ്ഞെന്നുള്ളൂ. ആ ഉണ്ടാക്കണ കുട്ടിക്ക് ഒരു സപ്പോർട്ടായിട്ട് അവരെല്ലാവരും പോയി നിൽക്കണതാട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കുട്ടികളും പോകും വൈകുന്നേരം ആയാൽ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാലും എല്ലാ കുട്ടികളും പോയിട്ട് മൂപ്പർക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കും. അപ്പം വർത്താനവും കാര്യങ്ങളും കളിയും ചിരിയായിട്ട് അത് ഉണ്ടാക്കലും എല്ലാം അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇന്നത്തേതൊരു കുഞ്ഞ് പിറന്നാൾ ആഘോഷമാട്ടോ. അത് സത്യത്തിലും അത്യാവശ്യം വലുതാക്കി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. അനീഷേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരെയും വിളിക്കണം, അമ്മേനെയും ചേച്ചീനെയും അനിയത്തീനെയും ഏട്ടനെയും ഒക്കെ വിളിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സാഹചര്യം നമ്മൾ വിചാരിക്കും പോലെ ഇല്ലല്ലോ അല്ലേ വരിക. നമ്മൾ വേറെ ഒന്ന് വിചാരിക്കും, പിന്നെ കാലം പ്രകൃതി വേറൊന്ന് വിചാരിക്കും അല്ലേ. ദൈവത്തിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ടത് ഇവൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ളൊരിത് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഒക്കെ സാധിക്കും. എന്നിപ്പോൾ ഒരുപോലെയൊന്നും അല്ലല്ലോ അല്ലേ എല്ലാവരും ഉള്ളത്. ഒക്കെ മുന്നോട്ട് പോകും തോറും നമുക്ക് ഓരോരോ ഇത് വരും. അപ്പം ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടി അപ്പോൾ നമ്മളെ കുഞ്ഞി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ ദുരിതങ്ങളും എന്താ പറയുക ഇതിലുള്ള ഈ കൊല്ലത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ ഡിസംബറോട് കൂടി തന്നെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ജനുവരി മുതൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാലം കാത്തു വെച്ചതെന്നോ ഒന്നും അറിയില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ. അപ്പോൾ എന്നാലും സന്തോഷമാണ് അല്ലേ. ഒരു 2024 വരിക എന്ന് പറയുന്നത് സന്തോഷമാണ്. പിന്നെ നമുക്ക് ഫെബ്രുവരി തൊട്ടിട്ട് അമ്മൻ്റെ ചികിത്സയും ആരംഭിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ടൊരു ഹൃദയത്തിൻ്റെ അവിടെ അങ്ങനെ ചെറുതായിട്ടൊരു അസുഖം ഉണ്ടല്ലോ.
അപ്പോൾ അതും ചികിത്സ ആരംഭിക്കുകയാണ്. ഫെബ്രുവരിയിൽ തുടങ്ങും അതിൻ്റെ ചികിത്സ. അപ്പോൾ ഇതിപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 6 മാസം ഫെബ്രുവരിയിലേക്ക് ആകും കേട്ടോ അമ്മയ്ക്ക്. നമ്മളെ അന്ന് ഞാൻ പറഞ്ഞ നമ്മളെ ചാനൽ കണ്ടവർക്കൊക്കെ മനസ്സിലാകും. അമ്മയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പം ഫെബ്രുവരിയിലേക്ക് 6 മാസമാകും. അതിന് ശേഷമാണ് നമ്മളെ ഹൃദയത്തിൻ്റെയൊക്കെ ചികിത്സ തുടങ്ങണത്. അതുകൊണ്ട് എന്താ പറയുക, ഇനി അതുണ്ട് 2024 ഒരു മോശപ്പെട്ട സമയം അതുണ്ട്. ഇനി അത് ഏത് രൂപത്തിലേക്കാണ്, എങ്ങനെയാണ്, പെട്ടെന്ന് സുഖമായി വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അത് എത്രയും പെട്ടെന്നൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ആരംഭിക്കണം. അതിനും ഇനി ഞങ്ങൾക്ക് നടത്തം തന്നെയാണ് കേട്ടോ. ഈ 2023 മാർച്ചിൽ തൊട്ട് തുടങ്ങിയ നടത്തമാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയായി കലാശിച്ച് എന്തായാലും 5, 8, 9 മാസം കൊണ്ട് നമ്മളെ ചികിത്സയും കാര്യങ്ങളും ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് റേഡിയേഷനും കീമോയും ഒക്കെ കഴിഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് തന്നെ വിചാരിക്കുക. വല്ലാത്തൊരു ദുരന്തം വന്നു കൂടിയ ഒരു 2023 ആയി പോയിട്ടത് സത്യത്തിൽ. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പം തന്നെ അമ്മയ്ക്ക് കുറേയൊക്കെ മാറ്റം വന്നിന്. എന്നാലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ. വേദനയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം പണിക്ക് പോണതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും കൈക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മനോട് ഡോക്ടർ പറഞ്ഞതാട്ടോ, ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ പണിക്ക് പോയിട്ട് കൈയൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോയത്. അല്ലാതെ നമുക്ക് വാശി പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചതോ ഒന്നുമല്ല കേട്ടോ. അതൊന്നും ആരും വിചാരിക്കരുത്. വയ്യാത്ത അമ്മനെ എന്തിനാ പണിക്ക് പറഞ്ഞയക്കണമെന്നൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ പറഞ്ഞയക്കൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് അവിടെ പോയാൽ കൂട്ടുകാരൊത്തുള്ള സന്തോഷം സമയമൊക്കെ ഉണ്ട്. പിന്നെ ഭാരപ്പെട്ട പണികളൊന്നും എടുക്കണ്ട കേട്ടോ. അതൊന്നും ഒരിടിപ്പിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പണിക്ക് പോകണേൽ ഇപ്പം അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നാലും അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ പണികളൊക്കെ കഴിച്ച് വെക്കും കേട്ടോ അമ്മ വരുമ്പോഴേക്കൊക്കെ. പിന്നെ അമ്മ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്ന് മീൻ മുറിച്ച് തരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിയും കുഴപ്പമില്ലാതെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. എന്നാൽ അഭിമോൻ എല്ലാവരും ഒന്ന് വിഷൊക്കെ ചെയ്തിട്ടുണ്ടോ. കമ്മ്യൂണിറ്റി ഇട്ടപ്പം കുറേ ആൾക്കാർ വിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേരൊക്കെ ആയി തുടങ്ങിന്. എന്നാലും അതും ഒരു സന്തോഷമായി, ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും രാത്രിയിലൊരു കുഞ്ഞ് കേക്ക് മുറി ഉണ്ട്. പറഞ്ഞത് തന്നെ പറയല്ല കേട്ടോ, കുഞ്ഞ് കേക്ക് മുറി ഉണ്ട്. അപ്പോൾ നന്ദമോൾ ട്യൂഷൻ വിട്ട് വരണം എന്തായാലും. പിന്നെ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സമയം ഞാൻ പറയണില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കണ്ടോ, വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു അമ്പലമുണ്ട്. മുറ്റത്തല്ല, അടുത്ത തൊടിയിൽ. അപ്പോൾ അവിടെ ഭജനയൊക്കെ ഉള്ളതുകൊണ്ട് അത് 9 മണിക്ക്, ചിലപ്പോൾ 8 മണിക്ക്, 9 മണിക്ക് അങ്ങനെയൊക്കെയാണ് കഴിയുക. അപ്പോൾ അവിടുത്തെ പാട്ട് നിർത്തുന്നതിനനുസരിച്ച് എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ടൈം പറയാത്തത്. അപ്പം നമ്മളെ ലൈവ് കണ്ടാൽ എല്ലാവരും ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനലിൽ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാട്ടോ ഞാൻ ലൈവ് ഇടുന്നതും നമ്മളെ വീഡിയോസ് ചെയ്യുന്നതും ഒക്കെ. അപ്പം എല്ലാവരും പരിഗണനയും ഞങ്ങൾക്ക് വേണം. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബായ്.